സംസ്ഥാനത്ത് നിലവിൽ ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലവിൽ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ ഡ്രിപ്പ് ആകുന്നതാണ് എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. റെഗുലേറ്ററി കമ്മീഷന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കണമെന്നും വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം കാലാവസ്ഥയാണെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധിക്കിടെ വിചിത്ര വിശദീകരണവുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലവിൽ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ ട്രിപ്പ് ആകുന്നതാണ് എന്നായിരുന്നു മന്ത്രിയുടെ വാദം. കേരളത്തിൽ നിലവിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓവറായിട്ട് ഉപയോഗം വരുമ്പോൾ ട്രിപ്പ് ആകുകയാണ്, അത്രയേ ഉള്ളൂ. അത് 10 മിനിറ്റോ 5 മിനിറ്റോ അതായത് ലോക്കൽ ഓഫീസേഴ്സിന് അങ്ങനെയല്ല. ഡ്രിപ്പ് ആകുന്നതിനും ലോഡ് ഷെഡിങ്ങിനും വ്യത്യാസമുണ്ട്. ഇല്ല, ഇപ്പം ഇല്ല. 250 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനുള്ള പെറ്റീഷനുമായി ബന്ധപ്പെട്ട് KSEBയും റെഗുലേറ്ററി കമ്മീഷനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന് കഴിഞ്ഞ 8-ാം തീയതി KSEB പെറ്റീഷൻ നൽകിയിട്ടും കമ്മീഷൻ നടപടികൾ വൈകിപ്പിച്ചുവെന്നാണ് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. 24-ാം തീയതി റെഗുലേറ്ററി ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടത്തിയെങ്കിലും അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയില്ല. പിന്നീട് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടപ്പോഴാണ് 26-ന് ഉത്തരവിറങ്ങിയത്. അപ്പോഴേക്കും പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ലഭ്യമല്ലാത്ത സാഹചര്യമായിരുന്നു. കഴിഞ്ഞ 18 വരെ വൈദ്യുതി ലഭ്യമായിരുന്നു. പെറ്റീഷനിൽ നേരത്തെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിലവിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് KSEB വ്യക്തമാക്കുന്നു. വിവാദങ്ങൾക്കിടെ മന്ത്രി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തിന് 250 മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അധിക വൈദ്യുതി ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. റെഗുലേറ്ററി കമ്മീഷന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.